ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ക്യാൻവാസ് രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്കിൻ്റെ അകലം 3 ഇഞ്ചും നെക്കിൻ്റെ ഇറക്കം 6.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് ഫസ്റ്റ് നമുക്കൊരു ബോക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് താഴത്തേക്ക് അതിൻ്റെയും ഹാഫ് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ മാർക്ക് ചെയ്ത ശേഷം പുറത്തേക്ക് ഒരു 1/2 ഇഞ്ചാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് താഴെ നമുക്ക് നെക്കിൻ്റെ ഇറക്കമില്ലേ, ആ ഒരു ഭാഗത്ത് നിന്നും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 1/2 ഇഞ്ച് എന്നുള്ളത് കുറച്ചും കൂടി വൈഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 ഇഞ്ച് വരെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഒരു 1.5 ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. 1.25 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.25 ഇഞ്ച് കൊടുക്കുന്നത് നെക്കിൻ്റെ നല്ല വശത്തേക്കാണ് ഈ ഡിസൈൻ വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മുകളിൽ ചെറിയൊരു പടി കൂടി നിർത്തിക്കൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് ഷീറ്റ് നമുക്ക് തുണിയുടെ റോങ് സൈഡിലേക്ക് അയൺ ചെയ്ത് കൊടുക്കണം. അരികു വശമെല്ലാം ഉള്ളിലേക്ക് ഫിനിഷ് ചെയ്ത ശേഷം നമുക്ക് തുണിയുടെ റോങ് സൈഡിൽ വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. നമുക്ക് ഈ ഒരു ഡിസൈൻ നല്ല വശത്തേക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണേ. അപ്പോൾ അതുകൊണ്ട് റോങ് സൈഡിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് മാത്രം നിർത്തിക്കൊണ്ട് ഉള്ളിലുള്ള ക്ലോത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടി മാറ്റുക. ഇനി ആ കോർണറായിട്ടുള്ള പോർഷനിൽ ചെറിയ കട്ടും കൂടി കൊടുക്കുക. സ്റ്റിച്ചിങ്ങിൽ കൊള്ളാതെ കട്ട് ചെയ്ത ശേഷം നല്ല വശത്തേക്ക് ഇട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വശത്തേക്ക് ഇട്ടെടുത്ത ശേഷം 2 ഭാഗത്തും സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള റിസൾട്ട്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്